അപ്രതീക്ഷിത ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് പേരുടെ ജീവൻ പൊലിഞ്ഞ വയനാട്ടിലേക്കുള്ള സന്ദർശനം മാറ്റി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന വ്യക്തി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. ഇരുവരുടെയും സന്ദർശനം മാറ്റിയതായിട്ടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ തന്നെയാണ് താനും പ്രിയങ്കയും വയനാട്ടിലേക്ക് എത്തില്ലെന്ന് ട്വീറ്റിൽ അറിയിച്ചത്. കാലാവസ്ഥ മോശമായത് കാരണം യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചുവെന്നാണ് ഇതിന്റെ കാരണമായി രാഹുൽ ഗാന്ധി ട്വീറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ കാണാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും ഞാനും പ്രിയങ്കയും നാളെ വയനാട് സന്ദർശിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇടതടവില്ലാതെ പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങുവാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി പുറത്തുവിട്ട ട്വീറ്റിൽ രാഹുൽ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: എത്രയും വേഗം ഞങ്ങൾക്ക് അവിടെ എത്താമെന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷമഘട്ടത്തിൽ മനസ്സ് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും രാഹുൽ തന്റെ ട്വീറ്റിൽ പറഞ്ഞു. നേരത്തെ ഇന്ന് ഉച്ചയോടെ രാഹുൽ മേപ്പാടിയിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. തുടർന്ന് മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ശേഷം വിംസ് ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം കാണുമെന്നും അറിയിച്ചിരുന്നു. അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കോഴിക്കോട്ടെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ തങ്ങുന്ന ഗവർണർ ഇന്ന് ഉച്ചയോടെയായിരിക്കും വയനാട്ടിലെത്തുക. അതിനുശേഷം വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വൈകിട്ടോടെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കുമെന്നാണ് സൂചന. നിലവിൽ വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 163 ഉയർന്നിരിക്കുകയാണ്. കണ്ടെത്തിയതിൽ മുണ്ടക്കൈ മഹല്ല് സെക്രട്ടറി അലിയുടെ മൃതദേഹവും ഉൾപ്പെടുന്നു. 86 പേരെ ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. 191 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 143 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി.